ഇതിപ്പോൾ വിഷുവിൻ്റെ തലേ ദിവസത്തെ കുറച്ച് പിന്നാമ്പുറം കാഴ്ചകളാണ് കേട്ടോ. ആദ്യം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഞാൻ നന്നായിട്ട് മുഖം കഴുകി എന്നിട്ട് നമ്മുടെ കൃഷ്ണനെയൊക്കെ റെഡിയാക്കാമെന്ന് വിചാരിച്ചു. ഇത്തവണ കണി വയ്ക്കുന്ന വീടിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ. പിന്നെ എനിക്ക് നല്ല ദിവസമായി കഴിഞ്ഞ് ഇങ്ങനത്തെ ചില ഹോബീസൊക്കെ ഉണ്ട് കേട്ടോ. അതായത് മാവൊക്കെ എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ കോലം വരയ്ക്കുന്ന പോലെ വരും. ഞാനെടുത്തിരിക്കുന്ന ഒരു ലോക്കൽ പഠിച്ചായത് കാരണം ഇതിൻ്റെ അവസ്ഥ ഇങ്ങനെയായിപ്പോയി. ഈ ഡിസൈനോ മോഡലോ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഇതുപോലെ ഇങ്ങനെ വരച്ചിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ ഡോട്ട്സ് ഇട്ട് കൊടുക്കും. ഇടയ്ക്ക് ഇതുപോലെ 2 ഡോട്ട്സ് ഒക്കെ വരും. പക്ഷെ അത് പ്രശ്നമല്ല, സ്വാഭാവികം. പിന്നെ അമ്മ നാളെ രാവിലെ കണി കാണാൻ വേണ്ടി കുറച്ച് പൂവൊക്കെ പൊട്ടിച്ചു. രുദ്രനെ ചില്ലാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെറുതായിട്ട് പൂത്തിരിയും അതുപോലെ തന്നെ പൂക്കുറ്റിയൊക്കെ കത്തിച്ചു. പ്രസാദേട്ടൻ്റെ കൈ ചെറുതായിട്ട് പൊള്ളിയോന്നൊരു സംശയം. അവളത് കണ്ടപ്പോഴേക്കും നന്നായി പേടിച്ചിട്ടു. അച്ഛനൊന്നുകൂടി അതിന്റെ ഹാങ് ഓവർ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് ആരൊക്കെ പടക്കം പൊട്ടിക്കുന്നുണ്ടായിരുന്നു. അത് 30 വല്ലാണ്ട് അങ്ങോട്ട് പറ്റണമൊന്നുമില്ല. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങള് അമ്മമ്മയെ കാണാൻ വേണ്ടിയിട്ട് പോയി. മേമയുടെ വീട്ടിലാണ് കേട്ടോ അമ്മമ്മ ഇപ്പോൾ. അങ്ങോട്ട് പോകുന്ന വഴിയിൽ ഇതാ പിള്ളേർ ഇതുപോലെ പൂത്തിരിയൊക്കെ കത്തിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വണ്ടിക്ക് സൈഡാക്കി അവിടെ ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീണ്ടും യാത്ര. ഇരുട്ടായത് കാരണം വഴി തെറ്റിയോന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ അമ്മ പറയുന്നുണ്ട് എൻ്റെ അനിയത്തിയുടെ വീട്ടിലേക്കുള്ള വഴി എനിക്ക് തെറ്റില്ല. വഴി തെറ്റിയിട്ടില്ല. പ്രാതൽ ഇഡ്ഡലി ദോശ നമ്മൾ കറക്റ്റ് സ്ഥലത്ത് തന്നെയാണ്. അവിടെ എത്തിയത് രുദ്രന് കുറച്ച് ലവ് ബേർഡ്സിനൊക്കെ കാണാൻ പറ്റി. ഭയങ്കര ഹാപ്പി. ഇതാണ് എൻ്റെ അമ്മമ്മ. അമ്മയുടെ കാലിലൊരു കെട്ട്. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് എൻ്റെ ചെറിയച്ഛൻ്റെ ചെറിയൊരു ബത്ലഹേമിലോട്ടാണ്. ചെറിയച്ഛൻ്റെ ഒരു പശുവിൻ്റെ ഫാമാണ് കേട്ടോ. അതാ ഇവിടെ ഭയങ്കര ക്ലീൻ ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ. എനിക്ക് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടം. അച്ഛനും മോളും ഒരേപോലെ ചിരിക്കുന്നുണ്ട്. എന്താണെന്നറിയോ, 2 പേർക്കും പശുവിനെ ഭയങ്കര ഇഷ്ടമാണ്. പ്രസാദേൻ്റെ വീട്ടിൽ മുന്നേ പശുണ്ട്. അടുത്തത് ഈ ഒരു സാധനം കണ്ടപ്പോൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തോന്നി. ദേവുട്ടിയുടെ മെയിൻ പ്രോബ്ലം എൻ്റെ മോളെ രുദ്രു അവളുടെ കളിപ്പാട്ടൊക്കെ എടുത്തുകൊണ്ട് പോകുന്നതാണ്. അമ്മമ്മ പറയുന്നുണ്ട് അതൊന്നും എടുത്ത് പോവില്ല, കരയേണ്ടാണ്. പിന്നെ ഞങ്ങൾ കുടിച്ചത് പച്ചമാങ്ങയുടെ ഒരു ജ്യൂസ് ആയിരുന്നു കേട്ടോ. സോറി, ലൈമായിരുന്നു കേട്ടോ. ഇവിടെയുള്ള ആളൊരു കലാകാരി ആയതുകൊണ്ട് ചുമരിൽ ചിത്രം വരയ്ക്കാനുള്ള സ്പേസ് കഴിഞ്ഞുകൊണ്ട് ആള് പേപ്പറിലോട്ട് തുടങ്ങിയിട്ടുണ്ട്. ദേവുനെക്കാട്ടിലും നന്നായിട്ട് ഞാൻ വരയ്ക്കുന്നു പറഞ്ഞിട്ട് ഞാനും ഇരുന്ന് വരയ്ക്കാൻ തുടങ്ങി. അത് കണ്ടപ്പോൾ നമ്മുടെ സിവിൽ എഞ്ചിനീയറിന് സഹിച്ചില്ല. എഞ്ചിനീയർ വരയ്ക്കാൻ തുടങ്ങി. അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് തർക്കഭൂമി. അതിൻ്റെ ഒരു വശം കുളവും മറുവശം ഏട്ടൻ്റെ സ്ഥലം. മൂപ്പര് വരച്ച ചിത്രം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സമാധാനമായി. എൻ്റെ 4 കാക്കയുണ്ട്, പ്രസാദേട്ടൻ്റെ അതിൽ 3 കാക്കയുള്ളൂ. അതാണ് ഇതിൽ വ്യത്യാസമായിട്ട് എനിക്ക് തോന്നിയത്. എനിക്ക് തോന്നിയില്ല പ്രസാദേട്ടന്. രവിവർമ്മ വരയ്ക്കോ ഇതുപോലത്തെ ചിത്രം എന്നുള്ള ഭാവത്തിലാണ് മൂപ്പരുടെ ഇരുത്തം. എങ്ങനെയുണ്ട് ഭാവം? ശ്രദ്ധിക്കണം. ഇതൊക്കെ സിമ്പിളാണ്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങോട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്പെഷ്യലായിട്ട് ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പറയാതിരിക്കാൻ പറ്റില്ല. അടിപൊളി ബിരിയാണി മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് അപ്പുറത്തിരിക്കുന്ന നെയ്യപ്പം ചിക്കനും ഞാൻ കണ്ടില്ല. പിന്നെ എനിക്ക് വലിയ വിഷമമൊന്നും തോന്നിയില്ല. കാരണം എന്താണെന്നറിയോ, ഈ 2 താടികൾ അത് ഡീൽ ചെയ്തോളും എന്ന് എനിക്ക് തോന്നി. നല്ല തട്ടായി. അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ പറയുന്നുണ്ട് നാളെ വിഷുവല്ലേ, ഇതൊക്കെ എങ്ങനെ ഇവിടെ ബാലൻസ് ആക്കി വെക്കുന്നൊക്കെ. പിന്നെ പൂത്തിരി വന്നു, ചക്രം വന്നു, പൂക്കുറ്റി വന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് എത്തി. രുദ്രനെ ഉറക്കി കഴിഞ്ഞപ്പോഴേക്കും 1 മണി കഴിഞ്ഞ. ബാക്കി കണിയൊക്കെ സെറ്റ് ആക്കിയതിന് ശേഷം എനിക്കൊരാഗ്രഹം ഇവിടെയും കൂടെ ഒന്ന് ഫില്ല് ചെയ്താലോ എന്ന്. അപ്പോൾ സ്ഥിരം ഡിസൈനും ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ വിഷുവിൻ്റെ വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും ടാറ്റാ ബൈ ബൈ.